ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സമോസയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെൽത്തി സമോസയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഹെൽത്തി സമോസ എങ്ങനെയാണ്? സമോസയ്ക്ക് മേദയിലല്ലയോ എണ്ണയിലേക്ക് വറുത്ത് കോരിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ മേദയൊന്നും ഇടാതെ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. 1.5 കപ്പ് ഞാനാണെങ്കിൽ ഗോതമ്പ് പൊടി, നമ്മൾ ചപ്പാത്തിക്ക് യൂസ് ചെയ്തില്ലേ ആ ഗോതമ്പ് പൊടി എടുക്കേണ്ടത്. പെർഫെക്റ്റ് 100% നമ്മളാണെങ്കിൽ ഇന്ന് നല്ലതായിട്ട് ഒട്ടും മേദയില്ലാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എന്താണെങ്കിൽ ഒരു 1/2 കപ്പ് നമുക്കാണെങ്കിൽ റവ ഇട്ട് കൊടുക്കാം. റവ തരിയുള്ളതാണെങ്കിൽ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം 1 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് അരിമോദം കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ പിടിച്ച് നോക്കുമ്പോൾ നല്ലതായിട്ട് പിടി കിട്ടണം കേട്ടോ. ക്രാക്ക് വീഴാൻ പാടില്ല. ക്രാക്ക് വീഴുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥമാണെങ്കിൽ നെയ്യ് ഇച്ചിരി ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ നെയ്യ്, ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് അതിന് ശേഷം മീഡിയം സോഫ്റ്റ് ഡോ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇച്ചിരി ടൈറ്റായിട്ട് വേണം, അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ല അതുപോലെ ആക്കാൻ പാടില്ല. സമോസ അല്ലെങ്കിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ചപ്പാത്തി അത്രയും ഭാഗം വേണ്ടതാനും, എന്നാൽ ഇച്ചിരി സോഫ്റ്റ് വേണം. എന്ന് വെച്ചാൽ നമ്മൾ റവ ഇട്ടേക്കുന്നില്ല. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ റവ വെള്ളം വലിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ ടൈറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇച്ചിരി ഒരു മീഡിയം സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുഴച്ച് നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കാം, നമ്മൾ സ്റ്റഫിംഗ് ഒക്കെ റെഡിയാക്കുന്ന നേരം കൊണ്ട്. അപ്പോൾ 500 ഗ്രാം ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ബ്ലാക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് സോൾട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ പകരം നോർമൽ സോൾട്ട് ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഡ്രൈ മാംഗോ പൗഡർ ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ സ്റ്റഫിങ് റെഡിയായി കഴിയുമ്പോൾ ഒരു അരമുറി നാരങ്ങയുടെ നീരാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഗ്യാസിൻ്റെ ഫ്ലെയിം വന്നാക്കിയതിന് ശേഷം വേണേ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കാണെങ്കിൽ അതെല്ലാം മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു കടായി എടുക്കാം. കടായിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ 1 കഷ്ണം ഇഞ്ചി, പിന്നെ 2-3 പച്ചമുളക്. നമുക്ക് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാൻ. ഇതും എണ്ണയ്ക്കകത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നില്ല, അതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി മാഷ് ചെയ്ത് വെച്ചാൽ അതും കൂടെ അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് വെതറി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാൻ. നന്നായിട്ട് പെട്ടെന്ന് തണുത്ത് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യും. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാനേ പറ്റത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാവൊക്കെയാണ് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, റെസ്റ്റൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു ഉരുള നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം സൈസിൽ ചപ്പാത്തിനെക്കാട്ടി ഒരു ഇച്ചിരി വലുപ്പമുള്ള ഉരുള വേണം എടുക്കാനായിട്ട്. എന്നിട്ടൊക്കെ നീളം തന്നെ വേണം പരത്തിയെടുക്കാൻ. ഈ ഒരു ഉരുളയും കൊണ്ട് നമുക്ക് 2 സമോസ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഞാൻ നല്ലതായിട്ട് പരത്തി ഇതുപോലെ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കാണെങ്കിൽ ഓവനിൽ തന്നെ വേണമെങ്കിലും ചെയ്യാം, എയർ ഫ്രയറിൽ ചെയ്യാം, പിന്നെ OTGയിലാണെങ്കിലും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിലും എണ്ണയ്ക്കകത്താണെങ്കിലും വറുത്ത് കോരി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ ഇതുപോലെ നീളനെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ വേണം കേട്ടോ. ഒരിടത്ത് കട്ടി കുറവ്, ഒരിടത്ത് കട്ടി കൂടുതൽ, അങ്ങനെയൊന്നും ആവാൻ പാടില്ല. അതും അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതേ നടക്കും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഒരുപോലെ ഷേപ്പ് കിട്ടാൻ 2 സമോസയും നമുക്ക് നമ്മൾ എത്ര ഉണ്ടാക്കുന്ന വെച്ചാൽ എല്ലാം ഒരുപോലെ ഷേപ്പ് കിട്ടാൻ നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നോർമലായിട്ട് നേരെങ്കിൽ ഇത് നടക്കും ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ മുറിച്ചതിന് ശേഷം നമുക്കിനിയാണെങ്കിൽ എനിക്കിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു കട്ട് ചെയ്ത ഭാഗത്ത് ഇച്ചിരി കനം കൂടുതലാണെന്ന് തോന്നിയപ്പോൾ റൊട്ടി കമ്പ് കൊണ്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ കനം കുറച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് എവിടെ നമുക്ക് തോന്നുന്നു ഇവിടെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ആ സൈഡ് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്കാണെങ്കിൽ താഴത്തെ ഭാഗം ഇല്ലയോ, ആ ഭാഗം നമുക്കാണെങ്കിൽ പാക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അത് തിരിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സൈഡ് നമ്മൾ ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്തൊക്കെ ഭാഗമില്ലേ ആ ഭാഗത്ത് ഒരു സൈഡിൽ മാത്രം വെള്ളം തടവുക. എന്നുവെച്ചാൽ മേളിൽ ഒട്ടിച്ച് വെക്കാനായിട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ വെച്ച് ഒട്ടിച്ച് വെക്കുക. എന്നിട്ടൊരു കോൺ ഷേപ്പ് ആയതിന് ശേഷം 2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ സ്റ്റഫിങ്ങിനകത്ത് നിറച്ച് കൊടുക്കാം. ഞാൻ ആദ്യത്തെ സ്പൂൺ എടുത്തപ്പോൾ തന്നെ നല്ലതായിട്ട് ഫുള്ളായിട്ട് നിറഞ്ഞു കേട്ടോ. അതേ കണ്ടോ, 2 ടീസ്പൂണിൻ്റെ അത്രയും ഉണ്ടായിരുന്നു കണ്ടോ. ഇതുപോലെ 3/4 വരെ നിറയ്ക്കണേ. എന്നിട്ട് ഒത്തിരി ഫുള്ളായിട്ട് നിറയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് സീൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. ഇനി കുറച്ച് കൈയും കൊണ്ടൊന്ന് വെള്ളം ഇതുപോലെ തടവിയതിന് ശേഷം സാരി നമുക്ക് ഫോൾഡ് ചെയ്യത്തില്ല, ഇതുപോലെ ഫോൾഡ് ചെയ്ത് നടുക്ക് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കാം. പിന്നെ നടുക്കുന്നാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റഫിംഗ് ഒക്കെ മേളിലോട്ടായിട്ട് നമുക്ക് സമോസയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന പാകം വേണം. നമ്മൾ കടയിലൊക്കെ പോയി നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ സമോസയ്ക്ക് ഇങ്ങനെ അവർ ഉണ്ടാക്കി വെക്കും, ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലായിരിക്കുന്നത് കേട്ടോ അത്. അപ്പോൾ അതുപോലെ കിട്ടാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതേ കണ്ട ആദ്യത്തെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അറിയാത്തവരൊക്കെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന കൂട്ടം തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ. ഒത്തിരി സമയമൊന്നും എടുക്കത്തൊന്നുമില്ല. എന്നാൽ മാവ് ഒത്തിരി ടൈറ്റാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ക്രാക്ക് വീഴും തോന്നുവാണെങ്കിൽ
കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്നും കൂടെ സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. നല്ല സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേ കണ്ട രണ്ടാമത്തെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നിങ്ങൾ കാണിച്ച് കണ്ടായിരിക്കുന്നത് ഇതുപോലെ ഇരിക്കുന്ന രീതി വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് സമോസ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി എയർ ഫ്രൈയിൽ ഞാൻ 180 ഡിഗ്രിയിൽ ഞാനാണ് ഒരു 5 മിനിറ്റൊക്കെ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ദേ ഓയിലും കൊണ്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് സമോസ അതിനകത്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേളിൽ കൂടെയും കുറച്ച് ഇതുപോലെ ഒന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം 180 ഡിഗ്രിയിൽ 20 തൊട്ട് 25 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ടായിരുന്നു കേട്ടോ, അത്ര സമയം എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി സമോസയില്ലേ, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എൻ്റെ കൂട്ടി താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി കേട്ടോ. എനിക്ക് സമോസ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടം, അതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഇത് മേടിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.